ഹലോ, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഒരു സിനിമ കണ്ട് UK OK. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. തീർച്ചയായിട്ടും ഒരു കേരളീയൻ കണ്ടിരിക്കേണ്ട ചിത്രം, പ്രത്യേകിച്ച് യൂത്ത്. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് രതീഷ് വൈഗയുടെ ആ ഒരു സംവിധാന മികവ് ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഒരുപാട് ചിത്രങ്ങളിൽ വന്ന കഥകളെ പോലെയൊക്കെ തോന്നും, പക്ഷേ ഇന്ന് ഉള്ള യുവാക്കളുടെ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാർ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് അവരെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ജോണി ആൻ്റണി ചേട്ടനായാലും, നമ്മുടെ ഒരുപാട് ഇന്ദ്രൻ ചേട്ടനായാലും, മഞ്ജു പിള്ള ചേച്ചി ആയാലും, അങ്ങനെ പേരറിയാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നതെന്ന് പറഞ്ഞാൽ എൽദോ രാജു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-12 വർഷത്തോളമായി ഈ ഒരു യുവാവ്, ഈ ഒരു കുട്ടി ചെറുപ്രായത്തിൽ തന്നെയാണ് സിനിമയിലേക്ക് വന്നത്. ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എൽദോ രാജു എന്ന കോതമംഗലംകാരൻ. അദ്ദേഹം ഇതിലൊരു നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി ചേട്ടൻ്റെ ചെറുപ്പത്തിലെ ആ ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറ്റ സീനിൽ വന്നു പോകുന്ന സനൂപർ, അരൂരിലുള്ള, അവനും ഇതേപോലെ തന്നെ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പുറകിൽ നടന്ന ഒരു വ്യക്തിയാണ്. ഈ രണ്ടുപേരെയും സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക്, ഒറ്റ സിനിമയിൽ ഈ രണ്ട് യുവാക്കളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അറിയാവുന്ന എൻ്റെ 2 അനിയന്മാരെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ള ഈ ചിത്രത്തെക്കുറിച്ച്. പിന്നെ ഇതൊരു ഫാമിലി സബ്ജക്റ്റാണ്. യുവക്കൾക്ക്, ഇന്നത്തെ തലമുറക്ക് കൊടുക്കാവുന്ന, സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സന്ദേശമാണ് UK OK, അതായത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. തീർച്ചയായിട്ടും പോയി കാണാം, നല്ലൊരു ചിത്രം.